ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ഗുരുവായൂരിൽ തുടക്കമായി. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് അധ്യക്ഷത വഹിച്ചു. CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി, KR സൂരജ്, ജാഥ അംഗങ്ങളായ T സുധാകരൻ, ശ്യാം തയ്യിൽ, അജിത് ഗുരുവായൂർ, ഷക്കീർ സലീം, സൗമ്യ വീരേഷ്, ഡെന്നി ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് RV ഇക്ബാൽ ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടറി PT പ്രസാദ് വൈസ് ക്യാപ്റ്റനും ബിന്ദു അനിലൻ മാനേജറുമായുള്ള ജാഥയാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. അതിന്റെ കാരണം മുതലാളിത്ത ഭരണത്തിന്റെ ഭാഗമായി തൊഴിലില്ലായ്മയും പട്ടിണിയും നാട്ടിൽ വളരും. അപ്പോ പട്ടിണി എടുക്കുന്ന മനുഷ്യനെ സംഘടിപ്പിച്ച് ഭരണാധികാരികൾക്കെതിരായി പോരാട്ടം നടത്തുന്നവരാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനം. ആ ഭരണാധികാരികൾക്ക് വെല്ലുവിളിയില്ലാതിരിക്കാൻ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ കോടാനുകോടി ചെലവഴിക്കാണ് സാമ്രാജ്യത്വ ശക്തികളും മുതലാളിത്ത ശക്തികളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൊഴിലാളികൾക്കെതിരാണെങ്കിൽ ഈ പത്രങ്ങളെല്ലാം നടത്തുന്ന കാര്യമാണ്. ഈ പത്രങ്ങളെ സഹായിക്കുന്നതാരാ? BMS സഹായിക്കുന്നില്ലേ? BJP. INDS സഹായിക്കുന്നില്ലേ? കോൺഗ്രസ്. ഇവ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് രൂപങ്ങളാണ്. കോൺഗ്രസ് BJPയും ഒരു നാണയത്തിന്റെ രണ്ട് രൂപങ്ങളാണ്. ലോകത്തിൽ നടക്കുന്ന ഏത് സംഭവങ്ങൾക്ക് ഇവർക്ക് ഒറ്റ മനസ്സാണ്. മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ചെലവാവില്ല. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.